സഞ്ജു ചേട്ടാ, നമുക്ക് ബാറ്റാണോ ബോളാണോ? വൈഭവനെ നമുക്ക് ബോളാണല്ലേ. ഞാനെന്നാ ഫീൽഡ് ചെയ്യാനുള്ള സെറ്റപ്പ് നോക്കട്ടെ. അല്ല മോ ഫീൽഡ് ചെയ്യണ്ട. അന്നെ ടീമിൽ എടുത്തിട്ടില്ല. കരയല ഞാനും അച്ഛനും അമ്മയെല്ലാം കൂട്ടി എന്റെ അടുത്ത് വരാൻ പറഞ്ഞിന്. അതാ ചെക്കൻ കരയാൻ തുടങ്ങി. മോൻ കരണ്ട, മോൻ ഇമ്പാക്ട് പ്ലെയർ ആണ്, ബാറ്റിങ്ങിന് ഇറങ്ങാ. ഇവിടെ ഇമ്പാക്ട് പ്ലെയർ ഉണ്ട്. ഉണ്ട്. മോന് വേണ്ടിട്ട് പ്രത്യേക നിയമങ്ങൾ മാറ്റിയില്ല, അതേപോലെ ഇപ്പൊ ഈ നിയമം മാറ്റിയതാ. അത് പറയണ്ടേ. ഹെൽമെറ്റ് റെഡി ആയിക്കാം. ആയിക്കോട്ടെ. പിന്നെ സഞ്ജു ഏട്ടൻ എല്ലാരും ഉള്ള റൂമിൽ നിന്ന് ബോറടിക്കുന്നുണ്ടെങ്കിൽ കണ്ട റൂമിലേക്കെല്ലാം വരാട്ടാ. എന്റെ മാത്രം റൂമിലേക്ക്. ഈ കുഞ്ഞുമോനെയാണല്ലോ ഈശ്വര ഇവരെല്ലാം കൂടി പറ്റിച്ചു. 5 മാസം 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഹർഷിത് മോൻ തിരിച്ചു വന്നിരിക്കുന്നു. ചില വിക്കറ്റുകൾ എടുക്കാനും ചില റണ്ണുകൾ അടിക്കാനും. ആരാ മോനെ ഈ വിക്കറ്റ് മൊത്തെടുത്തേ? നീയാ? ഞാൻ പറഞ്ഞിട്ടാണ് ഇവൻ ചെയ്തേ. ഏത് ഗൗതം ഗംഭീർ പറഞ്ഞിട്ടായാലും വേണ്ടില്ല, അയർലാൻഡിന് കുറച്ച് റണ്ണ് കൊടുക്കണം. ഈ ക്യാച്ച് എടുത്തതിനും ബൗൾഡാക്കിയതിനൊക്കെ പകരം 6ഉം 4ഉം വേണം അയർലാൻഡിലെത്താൻ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. ഡഗ്ഔട്ടിലിരിക്കുന്ന അഗാർക്കറെ അടക്കം പുറത്തിട്ട് തീയിട്ട് ചുടിഞ്ഞാൻ. പ്രസീദ് കൃഷ്ണ പറയുന്നേ. എന്താ അയ്യറേട്ടാ? മോനിന്ന് കളിക്കാൻ കൊണ്ടുവന്നില്ലാട്ടാ. സോറി. ഓ സാരമില്ല. മിസ്റ്റർ വൈഭവ് മോൻ, താങ്കളെ പറ്റിയ ബോളേഴ്സിനെല്ലാം വളരെ മോശം അഭിപ്രായം. ഓ, അതുകൊണ്ട് താങ്കൾ എല്ലാ ബോളും 6 അടിക്കുന്നതിന് പകരം ഒരു ബോളെങ്കിലും സിംഗിൾ ഇടാൻ നോക്ക്. ശ്രമിക്കാം. പഞ്ചാബ് കിങ്സിൽ ഭരണം, പ്രീതിസിന്റെ നക്ഷത്രം. സഞ്ജു ചേട്ടൻ, കിഷേട്ടൻ, ശ്രേയസേട്ടൻ, അഭിയേട്ടൻ ഞാൻ ഔട്ടായി പോയി വൈഭവ് മോൻ. സഞ്ജു, നിങ്ങളെ പോലെ T20 വേൾഡ് കപ്പ് ഒന്നും എനിക്കില്ല. ഞാൻ ഒരു 15 വയസ്സുകാരൻ. എന്റെ ടീമിലെടുത്തൂടെ? അതെല്ലാം ഗംഭീരണല്ലേ മോനെ തീരുമാനിക്കണ്ടേ? സൂര്യ, തെറ്റെന്റെ ഭാഗത്താ. അല്ല, അങ്ങനെ നിങ്ങൾ എന്നോട് പറയണോ? ഇപ്പൊ മനസ്സിലായോ ചെറിയ ടീമിന്റെ തോപ്പിക്ക് അത്ര പണിയുണ്ടെന്ന്? കൃണാലെ, പട്ടിതാറെ, ഭൂവി എല്ലാരും അടിച്ചു കയറി വാ. ഇന്ന് എന്റെ ചെലവ്. ബൂമറോ സെന്റർ ഫ്രഷോ സെന്റർ ഫ്രൂട്ടോ എല്ലാം എടുക്കും. ഇന്ന് എന്റെ ചെലവ്.